നമുക്ക് അജയുടെയും ഭൂമിജയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഭൂമിക്കൊന്ന് കണ്ണടച്ചൊന്ന് മയങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കണ്ണടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വശത്ത് അച്ഛന്റെ മുഖം, മറുവശത്ത് അമ്മയുടെ മുഖം. ഈ സമയത്ത് ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു അജയ്. ഒരു പക്ഷേങ്കില് ഈ പറയുന്ന ഭൂമിയുടെ അമ്മ തന്നെയായിരിക്കും കൊന്നിട്ടുണ്ടായിരിക്കുക അവളുടെ അച്ഛനെ. പക്ഷേങ്കില് കുറ്റവിധമായിട്ട് സംബന്ധിച്ചിട്ടില്ല. ഏതോ ഒരു അജ്ഞാതം വന്ന് കൊന്നെന്നൊക്കെയാണ് പറയുന്നത്. അതും മുഖം മൂടി ധരിച്ച ഒരാള്. അങ്ങനെ ഇങ്ങോട്ട് പെട്ടെന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഒടുവില് അംബികേനെ സെല്ലിനുള്ളിലാക്കി. അങ്ങനെ സെല്ലിനുള്ളിലാക്കിയിട്ട് മുറി വന്ന് ക്യാബിനിൽ വന്ന് ഇരിക്കുന്ന സമയത്തും അജയുടെ മനസ്സിൽ കൂടെ അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മിന്നുമായുമാണ്. അവർ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഒരാൾ ആ മുറിക്കുള്ളിൽ കടന്നിട്ടുണ്ടായിരിക്കുമോ? പക്ഷെ എന്തിനു വേണ്ടിയിട്ട്? അങ്ങനെ ഒരു അജ്ഞാതം കടന്നിട്ടുണ്ടെങ്കിൽ അയാളെ കാണേണ്ടതാണ്. പക്ഷെ അയാളുടെ ഒരു രൂപമോ അല്ലെങ്കിൽ നിഴലോ കാര്യങ്ങളോ ഒന്നും വേറെ ആരും കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ ഇവര് പറയുന്ന കള്ളത്തരമായിരിക്കില്ലേ? സാഹചര്യ തെളിവുകളെല്ലാം അമ്പയ്ക്ക് എതിരാണ് താനും. ഇതിനകത്ത് ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോ? അവർ പറഞ്ഞൊരു നാടകം കളിച്ചാണെങ്കിൽ ഇനിയിപ്പം നാടകം കളിക്കാനായിട്ട് അവരിങ്ങനെ കത്തിയെടുത്ത് കുത്താൻ ശ്രമിക്കുമോ? ഒന്നും അങ്ങോട്ട് മനസ്സിലാവില്ല. അജയ്ക്ക് ആകെപ്പാടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അതുപോലെ തന്നെ അജയുടെ മനസ്സിലേക്ക് ഭൂമിയുടെ മുഖം വന്നു. പാവം, ശരിക്കും നല്ല സങ്കടത്തിലാണ്. ഒരു വയസ്സത്തെ അച്ഛൻ, ഒരു വയസ്സത്തെ അമ്മ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവളുടെ മുഖം, അതുപോലെ തന്നെ അവളുടെ കരച്ചിൽ, അത് ചെവിയിൽ ആ സമയത്ത് മുഴങ്ങുന്നുണ്ടായിരുന്നു. അജയ് ഭയങ്കര അസ്വസ്ഥനായിരുന്നു. അപ്പോഴേക്കും ബാലൻ എന്ന് പറയുന്ന പോലീസുകാരൻ അജയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, സാറേ, ഭൂമിയുടെ അമ്മ അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഭൂമി എപ്പോഴും വന്ന് വാദവരാതെ സംസാരിക്കും ഭൂമിയുടെ അമ്മയെക്കുറിച്ച്. അത് മാത്രമല്ല, ഷോപ്പിൽ വരുന്ന സമയത്ത് ഞാൻ അവരെ കണ്ടിട്ടുള്ളതാ, അവരോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു പാവ സ്ത്രീയാ, അവർക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, മകളെന്ന് വെച്ചാൽ അച്ഛനും അമ്മയ്ക്കും ജീവനാണ് താനും. അവർ തമ്മിലും എത്ര സ്നേഹത്തിലാണെന്നറിയാവോ? അത്ര സ്നേഹമാ. ഒരു ഉറുമ്പിനെ പോലും നോവിക്കുന്ന ഒരാളല്ലത്. ഇതിനകത്ത് എന്തോ വേറെന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് സാറേ. അത് കേട്ടപ്പോൾ അജയ് പറഞ്ഞു, അതെ, എന്താന്ന് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം. പക്ഷെ അവർക്കെതിരെ ആ സാഹചര്യ തെളിവുകളൊക്കെ അവർ പറഞ്ഞ് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും ബാലൻ പറഞ്ഞു, സാറേ, ഭൂമിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൾക്ക് ഇത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? നാളെ ഈ പറയുന്ന ബോഡി, അയാളുടെ ബോഡി, അച്യുതൻ്റെ ബോഡി വിട്ടുകൊടുക്കും. പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞ് ആ ബോഡി കണ്ടു കഴിയുമ്പോൾ ഭൂമിക്ക് അത് സഹിക്കാൻ പറ്റില്ല. എനിക്ക് അവളെ അറിയാം. കാരണം അവളെ കുറേ വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്ന, അവൾ അത്രമാത്രം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അവൾ സ്നേഹിക്കുന്ന അവളുടെ അച്ഛനെയാണ്. അത് കേട്ടപ്പോൾ അജയ് പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എല്ലാത്തിനും ഒരു പരിധി ഇല്ലേന്ന് ചോദിച്ചു. നോക്കാം. ഇനിയിപ്പം ഭൂമിയുടെ അമ്മ ഒരു തെറ്റങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അജയ്ക്ക് വന്ന് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. ഭൂമി ഒരു വിധത്തിലേക്ക് ഇരുന്നാണ് നേരം വെളുപ്പിക്കുന്നത്. ലക്ഷ്മി ഇടയ്ക്ക് വന്ന് ഭൂമിയോട് കിടക്കാൻ പറഞ്ഞെങ്കിലും ഭൂമി കിടന്നില്ല. ഈ സമയം ലോക്കപ്പിലിരുന്ന അംബികയുടെ മനസ്സിൽ കൂടെ അച്യുതന്റെ മുഖം ഇങ്ങനെ മിന്നിമായുമാണ്. തൻ്റെ അച്യുതേട്ടൻ പാവം ഏത് സമയത്താണോ എന്തോ ആ കത്തിയൊക്കെ എടുത്ത് അങ്ങനെ അഭിനയിക്കാണ്ട് തോന്നിയത്. ആ ശീലാവതി എന്ന നാടകം അഭിനയിക്കാൻ തോന്നിയത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ തൻ്റെ മോൾക്ക് ഇത് എങ്ങനെ സഹിക്കാൻ പറ്റും? അവള് സർജറിക്ക് വേണ്ടിയിട്ടുള്ള പണത്തിന് വേണ്ടി ഓടി നടക്കുക. അവളുടെ വിചാരം തനിക്കും അച്ചുവേട്ടന് ക്യാൻസർ ആണെന്നുള്ള കാര്യം അറിയത്തില്ല എന്നാ. പാവം, അവളാകെപ്പാടെ ഒറ്റപ്പെട്ട് ഇപ്പം അവൾ തനിച്ചിരുന്ന് കരയുമായിരിക്കും. അല്ലെങ്കിലും തനിച്ചിരിക്കാന്ന് പറഞ്ഞാൽ അവൾക്ക് ഏറ്റവും വിഷമമുള്ള കാര്യമാണ്. തനിച്ചു പോയി കിടക്കുന്ന ആൾ പോലുമല്ല. തൻ്റെ അച്ചുവേട്ടൻ്റെ ഒപ്പം കയറി കിടക്കും. തങ്ങൾ രണ്ടുപേരുടെ നടുക്ക് കയറി കിടക്കുന്നവളാ. എങ്ങനെയാ വീട്ടിലിരിക്കും? അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും അമ്പയുടെ കണ്ണെല്ലാം നിറഞ്ഞൊഴുകി. എന്നാലും എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഒരു പക്ഷേ തൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ഭൂമിയും കൂടെ ഇല്ലാതാക്കാൻ വന്നവനാണോ ആ വന്നവന്? കാരണം ഭൂമിയെ ചിലപ്പം കൊല്ലാൻ വേണ്ടി വന്നതായിരിക്കും. അതുമാത്രമല്ല, അച്ചുവേട്ടൻ തന്നോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഈ വന്ന ആൾക്ക് അറിയത്തില്ലായിരിക്കും. ഒരു പക്ഷേ അതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അയാൾ തന്നെയും കൂടെ കൊന്നേനം. ഭൂമിയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിയാവുന്ന ആരോ ആണ് വന്നിരിക്കുന്നുള്ള കാര്യം മനസ്സിലായി. അച്ചുവേട്ടൻ പേടിച്ചിരുന്നാണ് ഇങ്ങനെയൊരു ദിവസം. അതുകൊണ്ടാണ് അച്ചുവേട്ടൻ എത്രയും പെട്ടെന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞത്. പക്ഷെ ആ സമയത്താണ് ക്യാൻസറാന്ന് അറിഞ്ഞ്. അല്ലായിരുന്നെങ്കിൽ ഇപ്പം അച്ചുവേട്ടൻ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ അംബികയുടെ കണ്ണ് നിറഞ്ഞൊഴുകുക. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും രാവിലെ തന്നെ ഭൂമി എന്ത് ചെയ്തു? നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ്. അമ്മയെ കാണണം, ആ ഒരു ചിന്ത ഭൂമിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വന്ന് ബാലേട്ടനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഭൂമിയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയില്ല. ചെന്ന് കഴിയുമ്പോഴത്തേനും ആകെപ്പാടെ തളർന്ന അവശതയായി കരഞ്ഞു കലങ്ങിയ കണ്ണുകളോട് കൂടിയിട്ട് അംബിക സെല്ലിനകത്ത് ഇരിക്കുന്നു കണ്ടു. ഭൂമിയെ കണ്ടപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ സെല്ലിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് സെല്ലിനഴിയെ കൂടെ ഭൂമിയുടെ കയ്യെ പിടിച്ചിട്ട് എൻ്റെ മോളെന്ന് പറഞ്ഞിട്ട് ഒറ്റ കരച്ചിലായിരുന്നു.
മോളെ ഞാൻ നിന്റെ അച്ഛനെ കൊന്നിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്ന മോള് കരയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചോണ്ട് കരയുക. ഭൂമി പറഞ്ഞില്ലമ്മ, എനിക്കറിയാം എൻ്റെ അമ്മ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, എനിക്കറിയാലോ, അമ്മ വിഷമിക്കൊന്നും വേണ്ട, ആരത് ചെയ്താലും ഞാൻ ക്ഷമിക്കാൻ പോകുന്നില്ല, അമ്മയെ ഞാൻ ഇവിടുന്ന് പുറത്തിറക്കും, അത് ഞാൻ അമ്മയ്ക്ക് തരുന്ന സത്യമാണെന്ന് പറഞ്ഞു. മോളെ എനിക്കറിയില്ല, ഞാൻ പുറത്തിറങ്ങണമെന്ന് പോലും എനിക്കിപ്പോൾ ഇല്ല, കാരണം അച്ചുവേട്ടൻ്റെ ജീവൻ പോയല്ലോ, മോള് തനിച്ചായില്ലേ, ഞാനകത്തും അതുപോലെ തന്നെ അച്ചുവേട്ടൻ്റെ ജീവനും ഇല്ലല്ലോ, ഇനിയിപ്പം ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് വരുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കരയുവാണ്. അപ്പോഴേക്കും ഭൂമി സമാധാനിപ്പിച്ചു, അമ്മ എന്തിനാ വിഷമിക്കണേ, കാരണം അംബികയുടെ മുന്നിൽ കരയാനായിട്ട് ഭൂമി ആഗ്രഹിച്ചില്ല, അമ്മയ്ക്ക് ഈ സമയത്ത് ധൈര്യം കൊടുക്കുകയോ ചെയ്യേണ്ടത്. ഭൂമി പറഞ്ഞ് അമ്മ വിഷമിക്കാതിരിക്കുക, ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആശ്വസിപ്പിച്ചു. അതിനുശേഷം അജയുടെ അടുത്ത് എന്നിട്ട് ഭൂമി കാര്യം പറഞ്ഞു. സാറേ, എൻ്റെ അമ്മ ഒരിക്കലും എൻ്റെ അച്ഛനെ കൊല്ലില്ല, അതിനെൻ്റെ അമ്മയ്ക്ക് കഴിയില്ല, എൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹം എനിക്കറിയാവുന്ന, അത്രയ്ക്ക് സ്നേഹം അവർ തമ്മിൽ, അവരൊരിക്കൽ പോലും വഴക്കുണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല, ഒരു നിസാര കാര്യത്തിന് പോലും പിണങ്ങിയിരുന്നിട്ടുമില്ല, അത്രയ്ക്ക് കൂട്ടാ അവർ തമ്മിൽ. അങ്ങനെയുള്ള എൻ്റെ അമ്മ എൻ്റെ അച്ഛനെ കൊല്ലുമെന്നാണോ സാറ് കരുതുന്നത്? ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അജയ് പറഞ്ഞു, അതെ, ഭൂമിയുടെ അമ്മ വേറെന്തൊക്കെയോ കഥകൾ പറയുന്നുണ്ട്, ഒരജ്ഞാതൻ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു, അയാളാണ് ഇത് കൊന്നതെന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സാറേ, അതങ്ങനെ തന്നെയായിരിക്കും, അതാരാണെങ്കിലും ശരി, ഉറപ്പായിട്ട് ഞാനവിടെ കണ്ടെത്തിയിരിക്കും, ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനുമാണ് അച്യുതൻ്റെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞ് ബോഡി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭൂമിക്ക് സഹിച്ചില്ല. ഭൂമി അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്നു. അങ്ങനെ കാണേണ്ടവരൊക്കെ വന്ന് കാണുകയാണ്. പ്രത്യേകിച്ച് ആരും വന്ന് കാണാനായിട്ട് പുറത്തുനിന്ന് ആരും ഉണ്ടായിരുന്നില്ല, ബന്ധുക്കളെന്ന് പറയാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല, അതിനെക്കുറിച്ച് ഭൂമിക്കൊട്ട് അറിയത്തുണ്ടായിരുന്നില്ല. അപ്പം നാട്ടിലേക്ക് ഇതുവരെയായിട്ടും ഭൂമി ഉണ്ടായതിനു ശേഷം പോയിട്ടുമില്ല. അപ്പം ഭൂമിക്ക് അറിയാവുന്ന ആകെപ്പാടെ അച്യുതനെ അംബികനെ മാത്രമാണ്, ബന്ധുക്കാരെന്ന് പറഞ്ഞ് ഇതുവരെയായിട്ടും ആരും വന്നിട്ടില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലിട്ടും അറിയത്തും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും വന്ന് കണ്ട് അവസാനം ചെതയ്ക്ക് തീ കൊളുത്താനുള്ള സമയമായി. ഈ സമയം ഭൂമി ആകെപ്പാടെ വിനിപ്പിപ്പോയി. കാരണം അവസാനമായിട്ട് അച്ഛൻ തന്നോടൊരു ഉമ്മ ചോദിച്ചായിരുന്നു പോകുന്ന സമയത്ത്, താൻ തിരക്കൊണ്ട് തിരിച്ചു വരുമ്പോൾ തരാമെന്നൊക്കെ പറഞ്ഞ് പോയതാ. അങ്ങനെ അവസാനത്തെ ഉമ്മയും കൊടുക്കുകയാണ്. ഒരു ഉമ്മയ്ക്ക് വരെ 1000 ഉമ്മയാണ് ഭൂമി കെട്ടിപ്പിടിച്ച് കൊടുക്കുന്നത്. അപ്പോഴേക്കും സത്യദാസ് വന്നിട്ട് ഭൂമിയെ പിടിച്ചു മാറ്റി. എന്താ മോളെ, ഇങ്ങോട്ട് മാറാനൊക്കെ പറഞ്ഞ് പിടിച്ചു മാറ്റുവാണ്. പക്ഷേ ഭൂമിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ കൊടുത്തോട്ടെ, എൻ്റെ അച്ഛൻ ഇനി എനിക്ക് ഉമ്മ കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലറ വിളിച്ചു കരഞ്ഞോണ്ടാ. ആ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പം ചുറ്റും നിൽക്കുന്ന ആർക്ക് സഹിച്ചില്ല. എല്ലാവരും വല്ലാത്ത സങ്കടത്തിലാണ്. കാരണം എല്ലാവർക്കും അച്യുതന് അത്ര കാര്യമാണ്, അത്ര നല്ല പാവമാണ് അച്യുതനും അംബികയും അതുപോലെ തന്നെ ഈ പറയുന്ന ഭൂമിയാണെങ്കിലും ശരി, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തിട്ടുള്ളൂ ഇന്ന് വരെ. ആർക്കൊരു സങ്കടം ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ളൂ. പറ്റാവുന്നത്ര സഹായമൊക്കെ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരാളാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. ഒടുവിൽ അച്യുതൻ്റെ ബോഡിക്ക് തീ കൊളുത്തി കഴിഞ്ഞപ്പോൾ തന്നെ ഭൂമി അവിടെ ബോധം കെട്ട് വീഴുകയാണ്. അത്ര സമയം പിടിച്ചിരിക്കാനുള്ള ത്രാണിയും ഭൂമിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്തെല്ലാം താങ്ങും തള്ളുമായിട്ട് കൂടെ നിൽക്കുന്ന സത്യദാസ് ആയിരുന്നു. സത്യദാസ് തൻ്റെ മോൾക്കാണെങ്കിൽ ആപത്ത് വന്നിരിക്കുന്ന ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ഭൂമിയോടൊപ്പം നിന്നത് എല്ലാ കാര്യത്തിനും. കാരണം കർമ്മങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളെല്ലാം സത്യദാസാണ് ഓടിപ്പാഞ്ഞ് നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒന്നിനും ഒരു കുറവ് വരുത്തിയില്ല. കാരണം തൻ്റെ മകളാണ് ഭൂമി എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ. അപ്പോൾ ഒരച്ഛൻ എന്തൊക്കെ ചെയ്തു കൊടുക്കണോ ആ കാര്യങ്ങളെല്ലാം സത്യദാസ് ചെയ്യുന്നുണ്ടായിരുന്നു. തൻ്റെ മകളാണ് ഇതൊന്നും അറിയാതെയായിരുന്നു ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.